ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ട് കാണാനൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടിൻ്റെയാണ്. അപ്പോൾ ഡെസേർട്ടായിട്ടും ഡ്രിങ്ക് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ചൂടുള്ള ഈ ഒരു സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പാൽ ഏകദേശം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇനി ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. കസ്റ്റേർഡ് പൗഡറിന് പകരമായിട്ട് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് പാലോ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഏകദേശം തിളക്കാനായി വന്നിട്ടുള്ള ഈ ഒരു പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം. ഏകദേശം ഒന്ന് കുറുകി കിട്ടും. ഒരുപാട് നല്ല കട്ടിയിട്ട് കുറുകി കിട്ടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മധുരമൊക്കെ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആവാൻ മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് കസ്റ്റാർഡ് പൗഡറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയാൽ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഡ്രിങ്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഒന്ന് ചൂടാറിയിട്ട് കിട്ടണം. ഇനി ഇതിലേക്കുള്ള ബോൾസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 3/4 കപ്പിന് കുറച്ച് താഴെയായിട്ട് തന്നെ മതിയാവും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടാണ്. ഇവൻ കൂടെ ചേർത്ത് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് രാഗിപ്പൊടിയും അതുപോലെ തന്നെ 1/4 കപ്പ് അരിപ്പൊടിയും കൂടെയാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ ഒന്നും കൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് 1/4 കപ്പിന് മുകളിലായിട്ട് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കാം. മിക്സാക്കിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ രാഗിയും അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വരട്ടെ. ഒരുപാട് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ചെറുതായിട്ട് ചൂടാറി കിട്ടിയാൽ ചെറുതായിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചിട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ചെറിയ ബോൾസ് ആക്കി എടുക്കുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡാക്കിയിട്ട് കയ്യിലാക്കിയിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുകയാണെങ്കിൽ അത് നല്ല ഷേപ്പായിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഡ്രിങ്കിലേക്ക് ഇട്ടിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിങ്ങനെ ചൂടോടുകൂടി ഇങ്ങനെയും സെർവ് ചെയ്യാം. അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടായാലും ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഈ ഒരു ബോൾസും ആ ഒരു വെള്ളം കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ കഴിക്കാൻ. ആ ഒരു കസ്റ്റാർഡും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.